പ്രതിക്കൂട്ടിലാക്കുന്ന പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അങ്ങനെ എളുപ്പത്തിൽ കൈ കഴുകാൻ പറ്റുമോ ദേവസ്വം ബോർഡിന്? ഞാനൊരു കഥ പറഞ്ഞു തരാം. കാവൽക്കാരനിൽ നിന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന്റെ കഥയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അഴിക്കുള്ളിലായ ആദ്യത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഈ കാണുന്ന മുരാരി ബാബു. ആരാണ് മുരാരി ബാബു? കുറച്ച് നന്നായി റിവൈൻഡ് ചെയ്യണം. ഒരു 30 വർഷം പുറകോട്ട് പോകണം. 30 വർഷം മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സുരക്ഷാ ജീവനക്കാരനായി ജോലി തുടങ്ങുകയാണ് മുരാരി ബാബു. പെരുന്നയിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന മുരാരി ബാബു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഗാർഡായിട്ടാണ് ജോലി തുടങ്ങുന്നത്. 30 വർഷം മുൻപെന്ന് പറഞ്ഞാൽ 1995, അതായത് സന്നിധാനത്ത് വിജയ് മല്യ സ്വർണം പൂശുന്ന സമയത്ത് മുരാരി ബാബു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരനാണ്. വിജയ് മല്യ സന്നിധാനത്ത് വെച്ച പാളികൾ തനി തങ്കമാണ് പൂശിയതെന്ന് കൃത്യമായി അന്ന് മുരാരി ബാബുവിന് അറിയാം. എന്നിട്ടാണ് അത് ചെമ്പാണെന്ന് പറഞ്ഞ് അനുമതി പത്രം നൽകിയത്. ഗാർഡിൽ നിന്ന് മുരാരി ബാബു LD ക്ലർക്ക് ആകുന്നു, പിന്നെ UD ക്ലർക്ക് ആകുന്നു, അവിടെ നിന്ന് സൂപ്രണ്ട് ആകുന്നു, അവിടെ നിന്ന് പിന്നീട് അസിസ്റ്റന്റ് കമ്മീഷണറായും മുന്നോട്ട് പോവുകയാണ് നമ്മുടെ മുരാരി ബാബു. പിന്നീട് ഡെപ്യൂട്ടി കമ്മീഷണറിൽ എത്തി നിൽക്കുകയാണ്. കമ്മീഷണർ പോസ്റ്റിന് തൊട്ട് താഴെ വരെ അതായത് മുരാരി ബാബു എത്തി. കേസിൽ പ്രതിയായപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഈ കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഈ കേസ് വരുന്ന സമയത്ത് ഹരിപ്പാടാണ് മുരാരി ബാബു ജോലി ചെയ്തിരുന്നത്. മുരാരി ബാബു കുറച്ചു കാലം മുൻപ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയും തട്ടിപ്പ് നടത്തി. മറ്റാരുമല്ല, ദേവസ്വം വിജിലൻസ് തന്നെയാണ് അത് കണ്ടെത്തിയത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണ രുദ്രാക്ഷമാല കാണാതായി. അതിൽ മുരാരി ബാബുവിന് പങ്കുണ്ടെന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തുന്നുണ്ട്. അത് മാത്രമല്ല, വഴിപാട് നടത്താൻ ആളുകളിൽ നിന്ന് പണം വാങ്ങും, പക്ഷേ രസീത് നൽകില്ല. ഏറ്റുമാനൂരിൽ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ വ്യാപക തട്ടിപ്പും വെട്ടിപ്പും നടന്നുവെന്ന് ദേവസ്വം വിജിലൻസ് തന്നെ കണ്ടെത്തിയതാണ്. പിന്നെ എങ്ങനെയാണ് മുരാരി ബാബു ശബരിമലയിലെ ഉന്നത പദവിയിലേക്ക് എത്തുന്നത്? ആരാണ് ആ നിയമനം നടത്തിയത്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാക്കിയത് ആരാണ് പ്രൊമോഷൻ കൊടുത്തത്? എങ്ങനെയാണ് ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായത്? ഇതിനൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മറുപടി നൽകണ്ടേ? 2022-ൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വിജിലൻസ് റിപ്പോർട്ട് നൽകിയതാണ്. ആ റിപ്പോർട്ടിൽ കൃത്യമായി ദേവസ്വം വിജിലൻസ് പറയുന്നുണ്ട് മുരാരി ബാബുവിന്റെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യണമെന്ന്. ഈ നിമിഷം വരെ അത് ചെയ്തിട്ടില്ല. 3 വർഷമായി. എന്തുകൊണ്ടാണത്? 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കൊടുത്ത റിപ്പോർട്ടാണ്. ആരിടപെട്ടാണ് ആ റിപ്പോർട്ട് പൂഴ്ത്തിയത്?